കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ ഏലിയാവ് ഒറ്റയ്ക്കായിരുന്നു. ബാലിൻ്റെ പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിര. രാജാവായ ആഹാബ്, തൻ്റെ കല്ലെറിയുവാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ഇസ്രായേൽ മക്കൾ, അവരുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന ഏലിയാവെന്ന് പറയുന്ന അഭിഷിക്തനായ മനുഷ്യൻ തൻ്റെ മുമ്പിലെ പ്രതികൂലങ്ങളുടെ മുമ്പിൽ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇത്രയും വലിയ പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ ഒറ്റയ്ക്ക് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് യാഗപീഠത്തിൻ്റെ മേൽ തീയിറക്കി ജയം കണ്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, ജീവിതത്തിൽ വരുന്ന കൈപ്പേറിയ അനുഭവങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷേ ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഒറ്റയ്ക്കാണെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത്. ഒറ്റയ്ക്കാണെന്ന് കരുതി ഒരിക്കലും ഭ്രമിച്ചു നോക്കരുത്. ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ ജയിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക. ഗോഡ് ബ്ലസ് യു.